ഹലോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ്. നമ്മൾ ഈ ചാനൽ വഴി IT സംബന്ധമായ വീഡിയോകളാണ് ചെയ്യുന്നത്. ഇപ്പോൾ വരുന്നത് ഏറ്റവും IT-കാർക്ക് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. റെയിൽവേയുടെ ലെവൽ 1 നോട്ടിഫിക്കേഷന്, ആ നോട്ടിഫിക്കേഷനിലെ വേക്കൻസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു PDF ആണിത്. ഇത് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രകാരം 32,000, ഇതിൽ കാണിച്ചിരിക്കുന്ന പ്രകാരം 32,438 ഒഴിവുകളാണുള്ളത്. സോ ഇതിൻ്റെ ആദ്യം പറയുന്നത് പോലെ തന്നെ ഇതിനകത്ത് ചില പോസ്റ്റുകളിലേക്കൊന്നും തന്നെ എന്ത് ചെയ്യുന്നില്ല, റിക്രൂട്ടിംഗ് ഇപ്രാവശ്യം, അതായത് റിക്രൂട്ടിംഗ് നടത്തേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുള്ള കുറേ പോസ്റ്റുകൾ മുകളിൽ പറയുന്നുണ്ട്. സോ അത് കഴിഞ്ഞ് ഇപ്പം വേക്കൻസി ഉണ്ട് എന്ന് പറയുന്ന പോസ്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് മറ്റേ സെൻട്രലൈസ്ഡ് ആയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ മുമ്പ് ഉണ്ടായിരുന്നു. അതായത് 10th+ IT ആക്കും ഇനിയുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സുകളിലെല്ലാം എന്ന് ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, വന്നിട്ടുണ്ടായിരുന്നു. ഒരു നോട്ടീസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ നമ്മളിപ്പോൾ ഇരിക്കുന്നുണ്ടാവുക. സോ അത് തന്നെ ആകും നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. അതായത് IT ഉള്ളവർക്ക് ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ IT ഉള്ളവർ, 10th+ IT ഉള്ളവർ, കേരള PSCയുടെ അവസ്ഥയൊക്കെ അറിയാമല്ലേ. കേരള PSCയുടെ അവസ്ഥ എന്താണ്? ട്രേഡ് വേണ്ടിടത്ത് പോലും ട്രേഡ് ഉള്ളവർക്ക് കിട്ടാത്ത ഒരവസ്ഥയിലാണുള്ളത്. പക്ഷേ റെയിൽവേയിൽ ഇപ്പോൾ ഇതാണ്, ഇങ്ങനെയുള്ള പോസ്റ്റുകളിലേക്കൊക്കെ 10th+ IT വരാനായിട്ട് പോകുന്നു, അങ്ങനെയാണ് അറിയുന്നത്. സോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇപ്പോൾ എന്തായിരുന്നാലും ഇത്രത്തോളം ഒഴിവുകളുണ്ട്. അതിൽ 10th+ IT ഉള്ളവർക്ക് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണുള്ളത്. അതുകൊണ്ട് എന്തായിരുന്നാലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ ഇപ്പോൾ തന്നെ തുടങ്ങാവുന്നതാണ്. ഓക്കെ, സോ ആ ഒരു വിവരം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. 32,438 ഒഴിവുകളായിട്ട് ഇപ്പോൾ ഈ ഒരു PDF പ്രകാരം നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. സോ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് വീണ്ടും നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. സോ എന്തായിരുന്നാലും നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്നത് അത്തരത്തിൽ വെയിറ്റ് ചെയ്യുന്നതിന് പകരം ഇപ്പോൾ നിങ്ങൾ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്തില്ല എങ്കിൽ പോലും, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഒരു കോഴ്സൊക്കെ പർച്ചേസ് ചെയ്താൽ മതി, ഓക്കെ. പക്ഷേ അങ്ങനെ ചെയ്തില്ല എങ്കിൽ പോലും യൂട്യൂബ് വഴി എങ്ങനെയാണ് പഠിക്കേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏതാണ് നല്ല കോച്ചിങ് സെൻറ്ററുകൾ, അതെല്ലാം നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കി വെക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ. ഓക്കെ, ഈ ഒരു മാസം ഇതിനെല്ലാമായിട്ട് യൂസ് ചെയ്യുക. പിന്നീട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിന് വേണ്ടിയിട്ട് സമയം കളയാണ്ടിരിക്കുക. അതുപോലെ തന്നെ മാത്സും റീസണിങ്ങും സയൻസും ഒക്കെയാണ് ഇതിൻ്റെ ടോപ്പിക്ക് വരുന്നത്. അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യുക, യൂട്യൂബിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട്. അതായത് എന്താ പറയുക, ഞാൻ പ്രത്യേകിച്ച് ചാനലിൻ്റെ പേരൊന്നും പറയുന്നില്ല. അക്കാഡമീസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുണ്ട്. നല്ല ക്ലാസ്സുകളാണ് അവിടേക്കുള്ളത്. അതുപോലെ തന്നെ കുറേ ഉണ്ട്. ഓക്കെ, ഞാൻ പ്രത്യേകിച്ച് ഓരോന്നിൻ്റെയും എടുത്ത് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നല്ല ക്ലാസ്സുകളുള്ള ഒരുപാട് യൂട്യൂബ് ചാനൽസൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ. അതുപോലെ തന്നെ ആദാ 24 എന്ന് ഉള്ളതുണ്ട്. പിന്നെ റോംബസ് എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഓക്കെ, ദിശ അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഒരുപാട് ചാനൽസ് ഉണ്ട്. സോ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുന്നത്, ഞാൻ അക്കാഡമീസിൻ്റെ ക്ലാസ്സൊക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. വേറെ ഒന്നും കൊണ്ടുമല്ല, കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിൽ അവിടുന്ന് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത് മറ്റ് പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാൻ അവിടെ നിന്നൊരു കോഴ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല എങ്കിൽ പോലും ഞാനൊരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ. ഓക്കെ, സോ എന്തായിരുന്നാലും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, മറ്റ് ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, ഒന്ന് കണ്ടു നോക്കുക. അതിന് വേണ്ടിയിട്ടൊക്കെ ഈ ഒരു മാസം ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.